രാഷ്ട്രപതിയാകുന്ന ആദ്യ മലയാളി, കേരളീയരുടെ സ്വകാര്യ അഹങ്കാരം, അതാണ് KR നാരായണൻ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു മേൽവിലാസമുണ്ട്. അത് ഇന്ത്യയുടെ ആദ്യ ദളിത് രാഷ്ട്രപതി എന്നാണ്, അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ വലിയൊരു ചരിത്രം കുറിച്ച മലയാളിയാണ് KR നാരായണൻ. പലപ്പോഴും ആ മേൽവിലാസം അതിലൊതുങ്ങി പോകുകയും ചെയ്യുന്നു എന്നതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അധികാരത്തിന്റെ പുറംപോക്കുകളിൽ പോലും അവകാശമില്ലാതിരുന്ന അധസ്ഥിത വിഭാഗത്തിൽ നിന്ന് രാജ്യത്തിന്റെ പരമോന്നത പദം അലങ്കരിച്ചു എന്ന അപൂർവതയിലും ഒതുക്കാനാവുന്നതല്ല അദ്ദേഹത്തിന്. മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായി ധീരമായ നിലപാടുകളിലൂടെയും കീഴ്വഴക്കത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള നടപടികളിലൂടെയും ജനപക്ഷത്ത് നിലയുറപ്പിച്ച അഭിപ്രായ പ്രകടനങ്ങളിലൂടെയും രാഷ്ട്രപതി സ്ഥാനത്തിന്റെ അന്തസ്സുയർത്തി എന്നത് കൂടിയായിരുന്നു KR നാരായണന്റെ പ്രസക്തി. കോട്ടയം മുഴവൂരിനടുത്ത പെരിന്താനത്തെ ജന്മിയായ ചിറ്റേട്ട് ശങ്കുപിള്ള പുറക്കോട്ട് പറമ്പില് ഇഷ്ടദാനമായിട്ട് നൽകിയ 40 സെന്റ് ഭൂമിയിലെ ഓലമേഞ്ഞ കൊച്ചുപുറയിലാണ് 1920 ഒക്ടോബർ 27 കോച്ചേരി രാമൻ വൈദ്യരുടെയും പാപ്പിയമ്മയുടെയും മകനായി കോച്ചേരിൽ രാമൻ നാരായണൻ എന്ന KR നാരായണൻ ജനിച്ചത്. മക്കളെ നാട്ടുവൈദ്യത്തിന്റെ പാതയിലേക്ക് തെളിക്കാതെ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിക്കാനായിരുന്നു രാമൻ വൈദ്യരുടെ ആഗ്രഹം. 7 മക്കളിൽ 4ാമനായിരുന്ന നാരായണൻ കടുത്ത ദരിദ്ര പശ്ചാത്തലത്തിലായിരുന്നു വളർന്നത്. പല രാത്രികളിലും നാരായണനും സഹോദരങ്ങളും വിശന്ന് തളർന്നായിരുന്നു ഉറങ്ങിയിരുന്നത്. കോട്ടയം കുറിച്ചിത്താനം സ്കൂൾ, ഉഴവൂർ ഓവർ ലേഡി ഓഫ് ലൂതർ സ്കൂൾ, കൂട്ടാത്തുകുളത്തിന് സമീപം വടകര സെന്റ് ജോൺസ് ഇംഗ്ലീഷ് സ്കൂൾ, സെന്റ് മേരീസ് കുറുവിലങ്ങാട് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയിരുന്നത്. ഉഴവൂർ ഓവർ ലേഡി സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ ഫീസ് കൊടുക്കാൻ കഴിയാതെ പലതവണ ക്ലാസ്സിന് പുറത്തായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം. കൂട്ടുകാരിൽ നിന്നും നോട്ട് എഴുതി വാങ്ങി മരച്ചുവട്ടിലിരുന്നായിരുന്നു പലപ്പോഴും അദ്ദേഹം പഠിക്കാറുണ്ടായിരുന്നത്. ഈ സമയത്ത് തന്നെയാണ് നാരായണൻ വായനയുടെ ലോകത്തേക്ക് തിരിയുന്നത്. തുടർന്നുള്ള അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം കോട്ടയം CMS കോളേജ്, തിരുവനന്തപുരം ആർട്സ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു. 1943 കേരള സർവകലാശാലയിൽ നിന്ന്, അതായത് അന്നത്തെ തിരുവിതാംകൂർ സർവകലാശാല, അവിടെ നിന്നും 1ാം റാങ്കും സ്വർണ്ണ മെഡലും നേടി BA ഓണേഴ്സ് പാസ്സായി. തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ ഒരു പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ അക്കാഡമിക് വിജയമായിരുന്നു അത്. റാങ്ക് നേടുന്നവർക്ക് അധ്യാപകരായിട്ട് നിയമനം നൽകുന്ന പതിവായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇക്കാര്യത്തിനായിട്ട് ദിവാൻ രാമസ്വാമി അയ്യരെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എന്ന് പറയുന്നത് ഗുമസ്തപ്പണി നൽകാം എന്നതായിരുന്നു. താഴ്ന്ന ജാതിക്കാരനായതിനാലാണ് തനിക്ക് അധ്യാപന ജോലി നിഷേധിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കിയ നാരായണൻ ഗുമസ്തപ്പണി വേണ്ടെന്ന് വെച്ച് ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തു. പിന്നീട് അവിടെ നിന്നും 1 വർഷത്തിനുള്ളിൽ ജോലി അന്വേഷിച്ച് ഡൽഹിയിലെത്തി. ഇന്ത്യൻ ഓവർസീസ് വകുപ്പിൽ ജോലി കിട്ടിയെങ്കിലും പത്രപ്രവർത്തകനാകാനുള്ള തീരുമാനത്തെ തുടർന്ന് അദ്ദേഹം ആ ജോലി ഉപേക്ഷിക്കുകയായിരുന്നു. അങ്ങനെ ഹിന്ദുവിലും ടൈംസ് ഓഫ് ഇന്ത്യയിലും പത്രപ്രവർത്തകനായി ജോലി നോക്കി. ടൈംസ് ഓഫ് ഇന്ത്യയിൽ കൗടില്യൻ എന്ന പേരിൽ എഴുതിയിരുന്ന ലേഖനങ്ങൾ വളരെ ശ്രദ്ധേയമായിരുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിന് മഹാത്മാഗാന്ധിയുമായിട്ട് ഒരു അഭിമുഖം നടത്തുവാനും സാധിച്ചു. ശേഷം 1945 ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ചേരുകയായിരുന്നു. ബ്രിട്ടനിലെ ലേബർ പാർട്ടി അധ്യക്ഷനും എക്കണോമിസ്റ്റുമായ ഹറോൾഡ് ലാസ്കി അവിടെ അധ്യാപകനായിരുന്നു. നാരായണന്റെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ വ്യക്തികളിൽ ഒരാളായിരുന്നു ലാസ്കി. 1948 നാരായണൻ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ഓണേഴ്സ് ബിരുദവും നേടിയിരുന്നു. പഠനം പൂർത്തിയാക്കി അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ ഹാറോൾഡ് ലാസ്കി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കത്ത് പ്രധാനമന്ത്രി നെഹ്റുവിന് കൊടുത്തയച്ചിരുന്നു. താൻ പഠിപ്പിച്ച മികച്ച വിദ്യാർത്ഥികളിൽ ഒരാളാണ് നാരായണെന്നും ഇന്ത്യ അദ്ദേഹത്തിന്റെ പ്രതിഭയെ ഉപയോഗിക്കണമെന്നുമായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. നെഹ്റുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം 1949 ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ വിദേശകാര്യ സർവീസിൽ നിയമിച്ചു. ബർമയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് പിന്നീട് ജീവിത പങ്കാളിയായ മാഡിൻ ടിൻഡിനെ അദ്ദേഹം പരിചയപ്പെടുന്നത്. നാരായണനെ വിവാഹം കഴിച്ച അവര് ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുകയായിരുന്നു. നെഹ്റു നിർദ്ദേശിച്ച ഉഷ എന്ന പേരായിരുന്നു അവർ പിന്നീട് സ്വീകരിച്ചത്. നയതന്ത്ര പ്രതിനിധി എന്ന നിലയിലും നാരായണൻ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു.